നൈക്ക് എന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന ചോദ്യമാണ്. BBA കഴിഞ്ഞ് പഠിക്കാൻ പറ്റിയ നല്ല ഡിപ്ലോമ കോഴ്സ് ഏതാണ്? ഇന്ത്യ ആൻഡ് എബ്രോഡ്, ജോലി സാധ്യതയുള്ള, ഇപ്പോൾ മാത്രമല്ല ഫ്യൂച്ചറിലും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സോ ഫ്യൂച്ചറിൻ്റെ കാര്യമൊന്നും അറിയില്ല. ഏതായിരുന്നാലും ഇന്നത്തെ പ്രസന്റ് സിറ്റുവേഷൻ വെച്ച് നമുക്ക് ചില മേഖലകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാം. ഡിപ്ലോമ കോഴ്സുകൾ ഏതൊക്കെ രീതിയിൽ ചെയ്യാം ഇന്ത്യയിലും എബ്രോഡിലും ജോബ് സ്കോപ്പുമായി ബന്ധപ്പെട്ട്. സോ ഡിസ്കഷൻ്റെ ഉള്ളറകളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഓൺ എ ബ്രോഡർ സ്കെയിൽ പറയാനുള്ളത്, ഇന്ത്യയിലാണ് കരിയർ നോക്കുന്നതെങ്കിൽ CMA ഇന്ത്യ, PGD HRM അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് നല്ല സ്കോപ്പുള്ള മേഖലകളാണ്. ഡിപ്ലോമ കോഴ്സുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അതല്ല ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുന്നതെങ്കിൽ CFA, CMA USA, ഇൻ്റർനാഷണൽ ബിസിനസ് അനാലിറ്റിക്സ്, അതോടൊപ്പം ഫോറിൻ ട്രേഡ്, ഈ മേഖലകളിലും ഡിപ്ലോമ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കോണ്ടന്റിലേക്ക് പോകാം. അതായത് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBA പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഏത് ഡിപ്ലോമ കോഴ്സാണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും BBA എന്നുള്ളത് 3 മുതൽ 4 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഡിഗ്രി കോഴ്സാണ്, അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സാണ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് ആധികാരികമായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ, അറിവ് നേടാൻ, നോളജ് ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ആ സിലബസിൽ ചേർത്തിട്ടുണ്ട്. പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ സിലബസ് വെച്ച് പഠിപ്പിക്കുന്നു, ടെക്സ്റ്റ് ബുക്കിൽ ഒതുക്കി കുട്ടികളെ എക്സാം എഴുതി കൊണ്ടുവരുന്ന ഒരു രീതിയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ BBA പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് അവർ അർഹിക്കുന്ന, അല്ലെങ്കിൽ അവർ ഏത് രീതിയിലുള്ള കരിയറാണോ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, സാലറിയും ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ആ രീതിയിലുള്ള ഒരു ലെവലിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇതുപോലുള്ള UG കോഴ്സ് മാത്രമല്ല, അഡീഷണൽ സം സ്കിൽ ഹാസ് ടു ബി ഗിവൺ ടു ദ സ്റ്റുഡൻറ്റ്. അതിനു വേണ്ടിയാണ് ഈ പറയുന്ന ഡിപ്ലോമ കോഴ്സുകളൊക്കെ പഠിക്കുന്നത്. സോ നമുക്ക് മെയിനായിട്ടും ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ് ആൻഡ് ഡിജിറ്റൽ മീഡിയ, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് ലോജിസ്റ്റിക്സ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ബിസിനസ് അനാലിറ്റിക്സ്, ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് ലീഡർഷിപ്പ്, ഹോസ്പിറ്റാലിറ്റി, ടൂറിസം ആൻഡ് ഇവൻറ്റ് മാനേജ്മെൻറ്റ്, 7 മേഖലകളുണ്ട്. ഇതിലെ ഓരോ മേഖലയിലും ഏതൊക്കെ കോഴ്സാണ്, അതോടൊപ്പം കരിയർ സ്കോപ്പ് ഇന്ത്യയിലും എബ്രോഡിലും എവിടെയാണ് എന്നാണ് വളരെ ബ്രീഫായിട്ട് മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ കോഴ്സിനെ കുറിച്ചും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ദ എഡ്യൂക്കേറ്റർ എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. അതല്ല കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ എപ്പിസോഡുകൾ ചെയ്യാം. ഏതായിരുന്നാലും ഇത് ചെറിയൊരു ഔട്ട്ലൈൻ നൽകുകയാണ് എല്ലാത്തിനെ കുറിച്ചും. സോ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് മേഖലയിൽ നമുക്ക് ആദ്യം പരിചയപ്പെടാനുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് PGDFM എന്ന കോഴ്സിനെയാണ്. സോ ബാങ്കിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്നീ മേഖലകളിൽ നിങ്ങൾക്ക് സ്കോപ്പ് കരിയർ കണ്ടെത്താൻ പറ്റും. ഡിപ്ലോമ ഇൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് CMA ഇന്ത്യ, ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, ടാക്സ് കൺസൾട്ടൻറ്റ്, അതോടൊപ്പം ഓഡിറ്റർ എന്ന മേഖലയിലാണ് ജോബ് ലഭിക്കാൻ സഹായിക്കുന്നത്. ഇനി CFA USA ഉണ്ട്, അതായത് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്. ഇത് പഠിച്ചാൽ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് മേഖലകളിൽ കരിയർ കണ്ടെത്താൻ പറ്റും. അതായത് BBA പഠിച്ചതിന് ശേഷം ഈ കോഴ്സുകൾ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. സോ ഇതിൽ എല്ലാം ഡിപ്ലോമ കോഴ്സല്ല, ചിലത് സർട്ടിഫിക്കേഷൻ കോഴ്സ് കൂടിയാണ്. നെക്സ്റ്റ് എന്നുള്ളത് ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ പ്ലാനിങ് CFP, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായി നിങ്ങളെ എക്യുപ്പ് ചെയ്യുന്നു. വെൽത്ത് മാനേജ്മെൻറ്റ്, പേഴ്സണൽ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നീ മേഖലകളിൽ നിങ്ങൾക്ക് ജോബ് ലഭിക്കാൻ സഹായിക്കുന്നു. ഡിപ്ലോമ ഇൻ റിസ്ക് മാനേജ്മെൻ്റ് ഉണ്ട്, അത് തീർച്ചയായിട്ടും കോർപ്പറേറ്റ് റിസ്ക് അനലിസ്റ്റ്, ഇൻഷുറൻസ് കമ്പനീസിലും മറ്റും ജോബ് ലഭിക്കാൻ സഹായിക്കുന്ന ഒരു മേഖലയാണ്. ഡിപ്ലോമ ഇൻ ഫിൻടെക് ആൻഡ് ബ്ലോക്ക് ചെയിൻ ലേറ്റസ്റ്റ് ആണ്. ഫിൻടെക് സ്റ്റാർട്ടപ്പുകളിലും ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ്സിലും നല്ല കരിയർ സാധ്യതകൾ കണ്ടെത്താൻ സഹായിക്കുന്ന മേഖലകളാണ്. സോ ഇതൊക്കെ ഫിനാൻഷ്യൽ അതോടൊപ്പം അക്കൗണ്ടിങ് മേഖലയിൽ നിങ്ങൾക്ക്
ജോബ് ലഭിക്കാൻ സഹായിക്കുന്ന ഡിപ്ലോമ കോഴ്സുകളാണ്. ഇനി നമുക്ക് മാർക്കറ്റിങ്ങും അതോടൊപ്പം ഡിജിറ്റൽ മീഡിയയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് താല്പര്യം ആഫ്റ്റർ യുവർ BBA എങ്കിൽ ഏതൊക്കെ സർട്ടിഫിക്കേഷൻ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അതിൽ ആദ്യം പരിചയപ്പെടാനുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, SEO അനലിസ്റ്റ് പോലെയുള്ള ജോബുകളിൽ നിങ്ങൾക്ക് തിളങ്ങാൻ സഹായിക്കുന്ന ഒരു കോഴ്സാണ്. ഡിപ്ലോമ ഇൻ ബ്രാൻഡ് മാനേജ്മെൻ്റ് ഉണ്ട്, ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ്, അതോടൊപ്പം മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റായി മുന്നോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാം. ഡിപ്ലോമ ഇൻ അഡ്വർടൈസിങ് ആൻഡ് പബ്ലിക് റിലേഷൻസ്, അതായത് PR, ഇത് നിങ്ങൾക്ക് മീഡിയ, അഡ്വർടൈസിങ് ഏജൻസീസ്, അതോടൊപ്പം കോർപ്പറേറ്റ് PR മേഖലകളിൽ ജോബ് ലഭിക്കാൻ സഹായിക്കും. ഡിപ്ലോമ ഇൻ കോണ്ടന്റ് മാർക്കറ്റിംഗ് ആൻഡ് കോപ്പി റൈറ്റിംഗ് ഉണ്ട്, കോണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ്, അതോടൊപ്പം സോഷ്യൽ മീഡിയ മാനേജർ എന്നൊക്കെയുള്ള ജോബിലേക്ക് ഈ ഒരു കോഴ്സ് സഹായിക്കും. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ജോലി മേഖലയാണ് സോഷ്യൽ മീഡിയ മാനേജർ എന്നുള്ളത്. സോ ഡിപ്ലോമ ഇൻ കോണ്ടന്റ് മാർക്കറ്റിംഗ് ആൻഡ് കോപ്പി റൈറ്റിംഗ് എന്നുള്ള ആ ഒരു ഫീൽഡ് തീർച്ചയായിട്ടും ആ ഒരു എഡ്യൂക്കേഷൻ മേഖല ഈ ഒരു ജോബ് പ്രൊഫൈലിലേക്ക് എത്താൻ സഹായിക്കുന്നുണ്ട്. ഇനിയുള്ളത് മൂന്നാമത്തെ മേഖലയാണ് ഹ്യൂമൻ റിസോഴ്സ്, അതോടൊപ്പം ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, PGDHRM ഉണ്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് HR മാനേജർ, അതോടൊപ്പം ടാലൻറ്റ് അക്വിസിഷൻ എക്സ്പേർട്ട് അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ജോബിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ റിലേഷൻസ് ഉണ്ട്, HR സ്പെഷ്യലിസ്റ്റ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് IT ഫേംസ് ആണ് നിങ്ങൾക്ക് ജോബ് സ്കോപ്പ് നൽകുന്നത് ഇത് പഠിച്ചാൽ. ഡിപ്ലോമ ഇൻ ഓർഗനൈസേഷണൽ സൈക്കോളജി ഉണ്ട്, കോർപ്പറേറ്റ് ട്രെയിനിങ്, അതോടൊപ്പം എംപ്ലോയി വെൽബീയിങ് എന്ന മേഖലയിലേക്ക് ആണ് നിങ്ങളെ ക്വാളിഫൈ ചെയ്യുന്നത്. ഇനി നാലാമത്തെ മേഖല എന്നുള്ളത് ഇൻ്റർനാഷണൽ ബിസിനസ്, അതോടൊപ്പം ലോജിസ്റ്റിക്സ് ആണ്. ലോജിസ്റ്റിക്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ദ എഡ്യൂക്കേറ്ററിൽ 2 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്, കാണാം. അതോടൊപ്പം ഈ ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്, PGDIB എന്ന കോഴ്സാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ഫേംസ്, അതോടൊപ്പം മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കോപ്പ് ജോബ് നൽകുന്നുണ്ട്. ഡിപ്ലോമ ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജർ, അതോടൊപ്പം പ്രൊക്യൂർമെൻറ്റ് സ്പെഷ്യലിസ്റ്റ് എന്ന മേഖലയിലേക്കും ജോലി നേടാൻ സഹായിക്കുന്നുണ്ട്. ഡിപ്ലോമ ഇൻ ഫോറിൻ ട്രേഡ് ആൻഡ് എക്സ്പോർട്ട് മാനേജ്മെൻറ്റ്, അതായത് എക്സ്പോർട്ട് കമ്പനികളിലും ഗവൺമെൻറ് ട്രേഡ് ബോഡീസിലും ജോബ് നേടാൻ സഹായിക്കുന്ന കോഴ്സാണ്. ഡിപ്ലോമ ഇൻ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് മാനേജ്മെൻ്റ് ഉണ്ട്, ഷിപ്പിംഗ് കമ്പനികൾ, അതോടൊപ്പം മാരിടൈം ലോജിസ്റ്റിക്സ് എന്ന മേഖലയിൽ ജോലി നേടാൻ സഹായിക്കുന്ന എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. തീർച്ചയായിട്ടും ദുബായിലും മറ്റും ജബലലിയിലുമൊക്കെ നല്ല പൊട്ടൻഷ്യൽ നൽകുന്ന കോഴ്സാണ്. ബട്ട് യു ഹാവ് ടു ബി വെരി കെയർഫുൾ വൈൽ സെലക്ടിങ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റെലവൻ്റ് ആയിരിക്കണം, എക്സ്പോഷറുള്ള സ്ഥാപനമായിരിക്കണം. അഞ്ചാമത്തത് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ബിസിനസ് അനലിറ്റിക്സ് എന്ന ഒരു മേഖലയാണ്. ഡിപ്ലോമ ഇൻ ബിസിനസ് അനലിറ്റിക്സ്, അതോടൊപ്പം ഡാറ്റ സയൻസ് എന്നതാണ് കോഴ്സിൻ്റെ പേര്. കരിയർ സ്കോപ്പ് നോക്കുകയാണെങ്കിൽ ബിസിനസ് അനലിസ്റ്റ്, അതോടൊപ്പം ഡാറ്റ കൺസൾട്ടൻറ്റ് എന്ന കരിയർ മേഖലയാണ്. ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ ബിസിനസ് ഉണ്ട്, AI ഡ്രിവൺ ഡിസിഷൻ മേക്കിങ്ങിനും അതോടൊപ്പം IT ഫേംസിലും നിങ്ങൾക്ക് ജോലി നേടാൻ സഹായിക്കുന്നുണ്ട്. ഡിപ്ലോമ ഇൻ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, ERP, SAP, Oracle ERP പോലുള്ള കോഴ്സാണ്. തീർച്ചയായിട്ടും ഇത് ERP കൺസൾട്ടൻ്റായും IT മാനേജറായും നിങ്ങൾക്ക് ജോലി നേടിത്തരുന്നു. ആറാമത്തെ മേഖല എന്നുള്ളത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ഓൺടർപ്രണർഷിപ്പ്, അതോടൊപ്പം ലീഡർഷിപ്പ് മേഖലയാണ്. ഡിപ്ലോമ ഇൻ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ് മാനേജ്മെൻറ്റ്, തീർച്ചയായിട്ടും സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ, ബിസിനസ് കൺസൾട്ടൻറ്റ് മേഖലകളിലേക്ക് സ്കോപ്പ് നൽകുന്ന കോഴ്സാണ്. ഡിപ്ലോമ ഇൻ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്, കോർപ്പറേറ്റ് ലീഡർഷിപ്പ് റോളുകളിലേക്ക് നിങ്ങളെ ക്വാളിഫൈ ചെയ്യുന്നു. ഡിപ്ലോമ ഇൻ ഫാമിലി ബിസിനസ് മാനേജ്മെൻറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ, അതോടൊപ്പം ഓൺടർപ്രണർഷിപ്പ് മേഖലയിലേക്കുള്ള സ്കോപ്പാണ് ഈ ഒരു കോഴ്സ് നൽകുന്നത്. ഇനി ഏഴാമത്തെയും അവസാനത്തെയും മേഖല എന്നുള്ളത് ഹോസ്പിറ്റാലിറ്റി, ടൂറിസം ആൻഡ് ഇവൻറ്റ് മാനേജ്മെൻ്റ് ആണ്. മൂന്നാണ്. ഏതായിരുന്നാലും കോഴ്സുകൾ മനസ്സിലാക്കാം. ഡിപ്ലോമ ഇൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അത് നിങ്ങളെ ഇവൻറ്റ് പ്ലാനറും വെഡ്ഡിംഗ് മാനേജ്മെൻറ്റ് മേഖലയിലേക്കും സ്കോപ്പ് നൽകുന്നു. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെൻ്റ് ഉണ്ട്, ട്രാവൽ ഏജൻസികളിലും ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലകളിലും നിങ്ങൾക്ക് സ്കോപ്പ് നൽകുന്നു. ഡിപ്ലോമ ഇൻ ലക്ഷറി ബ്രാൻഡ് മാനേജ്മെൻറ്റ്, ഹൈ എൻഡ് റീറ്റെയിൽ, ഫാഷൻ, അതോടൊപ്പം ഹോസ്പിറ്റാലിറ്റി മേഖലകളിലേക്കും
ജോലി നൽകുന്ന സ്കോപ്പ് ഉണ്ടാക്കിത്തരുന്ന കോഴ്സാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് BBA കഴിഞ്ഞതിന് ശേഷം ഏത് ഡിപ്ലോമ കോഴ്സാണ് പഠിക്കേണ്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി മുന്നോട്ട് വെക്കാനുള്ളത്. 7 മേഖലകളിലും പല ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഓരോ കോഴ്സിനും വളരെ വ്യക്തമായ കരിയർ മേഖലയുണ്ട്, സ്കോപ്പുണ്ട്. മനസ്സിലാക്കുക. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.